ആകെയുള്ളത് 4 സെന്റ് ഭൂമിയിൽ ഒരു കൊച്ചു വീട്, 6 പശുക്കൾ, പിന്നെ മുയലുകളും കോഴികളും. ഇതോടൊപ്പം കവിതയും വായനയും പശുപരിപാലനത്തിന്റെ തിരക്കിനിടയിലും അക്ഷരങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു കർഷകയുണ്ട്. ഇടുക്കിയിൽ നെടുങ്കണ്ടം കല്ലാർ സ്വദേശിനിയായ ശോഭന. ഇവരുടെ ജീവിത കാഴ്ചകളിലേക്ക്. മരിക്കയില്ല ഞങ്ങളുടെ യോമന പൊന്മുത്ത്, ജീവിക്കും ഞങ്ങളിലൂടെ നാളുകളിലും നടങ്ങും. ഇല്ല മരിക്കയില്ല ഞങ്ങളുടെ യോമന പൊന്മുത്ത്. പശുക്കളെ വളർത്താൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട, മനസ്സ് മതി. ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം പശുക്കൾ തരും. ശോഭനയുടെ അഭിപ്രായം ഇങ്ങനെയാണ്. എനിക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. പുല്ല് വെക്കുന്നതിന് സ്ഥലപരിമിതികളൊക്കെ ഉണ്ട്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ ഈ 6 പശുക്കളെയും മുയലും ആടും കോഴിയും എല്ലാം വളർത്തി വളരെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഈ സ്ഥലപരിമിതികളൊന്നും എൻ്റെ ജീവിതത്തെ എല്ലാം മുന്നോട്ടുള്ള നയിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. അതിരാവിലെ മുതൽ തുടങ്ങുന്ന തിരക്കുകൾക്കിടയിലും ചെറുപ്പം മുതൽ ഒപ്പം ചേർന്ന കലയെ ഉപേക്ഷിക്കാനും ഈ വീട്ടമ്മ തയ്യാറല്ല. നന്നായി വായിക്കും. പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ഒക്കെ വിവരിച്ച് നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട്. ജീവനു സ്വത്തൊരു പട്ടിണി മാത്രമായി കീറി മുഷിഞ്ഞൊര വസ്ത്രവും ചുറ്റിതൻ ഒട്ടിയ തൻ വയർ പോറ്റുവാൻ ഒരു നാഴി അരിയതിൽ ചേർക്കുവാൻ ഉപ്പതിൻ തൊട്ടങ്ങു കൂട്ടുവാൻ ഒരു പിടി മുളകതിൽ. പശുക്കളെയും കോഴികളെയും ഒക്കെ പരിപാലിക്കുന്നതിനിടെയാണ് ഓരോ വരികളും ഇവർ കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് വീണ്ടും ചൊല്ലി ഹൃദ്യസ്ഥമാക്കും. അതിനുശേഷമാണ് കടലാസിലേക്ക് പകർത്തുക. ചെറുപ്പം മുതൽ തന്നെ കലാപരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. നാടകം, ബാലെ, ഡാൻസ്, കഥാപ്രസംഗം, അങ്ങനെയുള്ള എല്ലാ വേദികളിലും നിരവധി വേദികൾ പങ്കിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കവിതകളും പാട്ടുകളും. എൻ്റെ കവിതകളും പാട്ടുകളും ഒക്കെ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുവട്ടം, എൻ്റെ പ്രദേശത്ത് എൻ്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അത് ഞാൻ കവിതയും പാട്ടുകളുമായി ആ രൂപത്തിലാക്കി എൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ദൈനംദിന ചിലവുകൾ കണ്ടെത്തുന്നതിനായി വിവിധ ജോലികൾ ചെയ്യുന്നതിനിടയിലും സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാതിരുന്നാൽ ജീവിതം അടിപൊളിയാണെന്നാണ് ശോഭന പറയുന്നത്. ഇനി അച്ചടിമഷിയിൽ തന്റെ കവിതകൾ പുറത്തിറങ്ങണം. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ. ഒപ്പം പശു വളർത്തലിന്റെ തിരക്കിലും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.